മമ്മൂക്ക ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നല്ലോ. മമ്മൂക്കയാണോ മോഹൻലാലാണോ എന്നൊക്കെ നിങ്ങളുടെ സിനിമ ഒരു ക്യാമിയോ അല്ലേ സിനിമയിലെ? നമുക്കറിയില്ല. വേണ്ട. മലയാള സിനിമയുടെ പുതിയ ജോൺ സീന എല്ലാം കൂടെ വിളിച്ച് കേട്ടില്ല. ഒരു റെസ്ലിംഗ് റിംഗിലേക്ക് തള്ളിയിട്ടാല് ആദ്യം വിളിക്കുന്ന പേര് ആരുടെ ആയിരിക്കും? ഒന്ന് രണ്ട് പേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ഇടിച്ചിടാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയോ? അവര് കട്ട് മാക്സിമം ഒന്നും വിളിക്കുന്നില്ല. പിന്നെ കലാവാസ്തവം തന്നെ പഠിപ്പിക്കണമെങ്കിൽ അത് മാത്രമേ ഓട്ടം ഓടുക. അങ്ങനെ ഒരു ഫേവറേറ്റ് റെസ്ലർ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് അണ്ടർടേക്കർ. എനിക്ക് അണ്ടർടേക്കർ ഇഷ്ടമാണ്. പിന്നെ ജോൺസൺ ഇഷ്ടമാണ്. ജോൺസൺ ആണല്ലോ. റെസ്ലിംഗ് റിംഗിൽ വെച്ചിട്ട് കേൾക്കാൻ, അതായത് വിശാഖ ഇറങ്ങുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു BGM വേണമെന്ന് ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഏതായിരിക്കും? നാളെ 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 என்று இன்று இழகாதே நீ இன்று இழகாதே நீ இன்று இழகாதே. ഇവിടുന്ന് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു വൈബ് ടീമാണ് ജോയിൻ ചെയ്യുന്നത്. ഇവർ കണ്ട നേരം മുതലേ വൈബാണ്. ചെത്തപ്പച്ച ടീമാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വെൽക്കം. വെൽക്കം. ഞാൻ ചോദിക്കട്ടെ, പച്ച എന്ന് പറയുമ്പോഴൊരു ജീവന്റെ തുടിപ്പിക്കുന്നൊക്കെയാണല്ലോ പറയാറ്. അപ്പൊ ഇതെന്ത് ചത്തപ്പച്ച? എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് ചോദിക്കുന്നത് ഞാനാന്ന് എനിക്കറിയാം. ഇങ്ങനെ വെച്ചിട്ടില്ല. ജീവന്റെ തുടിപ്പ് അല്ല, പച്ച അങ്ങനെയാണല്ലോ. ഇല്ലില്ല, ചത്തപ്പച്ച ഡു ഓർ ഡൈ, അതാണ് എൻ്റെ അർത്ഥം. സിനിമ അങ്ങനെ ഒരു സിനിമയാണ്. സിനിമയിൽ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. ഈ റെസ്ലിംഗ് രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരുടെ കഥയാണ്. അപ്പൊ അതുകൊണ്ട് ചത്താപ്പച്ച, കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ പോയാ പോയി. ഇത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ഷൂട്ടിംഗ് പരിപാടീസ് ഒക്കെ? ശരിക്കും ഇടികിട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? പിന്നെ അതേ ഉണ്ടായിട്ടുള്ളൂ. ആർക്ക് ഏറ്റവും കൂടുതൽ ഇടിയിട്ടി? മലയാളത്തിന്റെ ഒരു പുതിയ അണ്ടർടേക്കർ ആവാൻ പോവാണ് അർജുൻ ചേട്ടൻ. അല്ലല്ല, അത് ഒരാളുണ്ട് വേറെ. അതാരാ? അത് ജോൺ സീന. ആ, എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൂവിയുടെ? കാരണം എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻസും കുറേ ഡിസ്കഷൻസ് ഒക്കെ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അർജുൻ ചേട്ടൻ്റെ ഒരു കില്ലാടി പെർഫോമൻസ് ആണെന്നാണ് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അതിൻ്റെതായ ഒരു സ്പേസ് കൊടുത്തോണ്ട് ഈക്വലി. അല്ലാണ്ട് മറ്റേ ഇൻഡിവിജ്വൽ പരിപാടി നടക്കൂലല്ലോ. പിന്നെ നമ്മൾ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 മാസം മുമ്പ് തന്നെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ കാരണം ഈ പടത്തില് ബേസിക്കലി പറഞ്ഞു പോണത് WWE കൈൻഡ് ഓഫ് ഒരു സ്റ്റൈൽ ഫൈറ്റ് മട്ടാഞ്ചേരിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ അത് നമ്മള് ഇറങ്ങിക്കറി ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അത്ര അതിന്റെ അടുത്തെങ്കിലും വന്നില്ലെങ്കിൽ അതൊരു മോശമാവുമെന്ന് വെച്ചിട്ടാണ് പ്രൊഡക്ഷനും ഡയറക്ടറും എല്ലാവരും പറഞ്ഞ് മര്യാദയ്ക്ക് പോയി ഫൈറ്റ് പഠിച്ചത്. അങ്ങനെ ഞങ്ങളെ 3 മാസം സ്ഥലത്തോട്ട് ഇട്ട് ശ്രാവണും ഡേവിസിന്റെ അടുത്ത്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പ് ഔട്ട് ചെയ്തു. കാരണം വെച്ചാൽ നമ്മൾ ഒരു ഫൈറ്റ് കിട്ടി വീഴുമ്പോൾ നമ്മൾ ഇഞ്ചുറി ഇല്ലാണ്ട് എങ്ങനെ അത് ലാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 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 റോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഈസി ആയിട്ട് നമുക്കത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന രീതി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റോപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റു സാധനം അടിക്കാം, അതേ റോപ്പിലായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ള സാധനം മനസ്സിലാവില്ല. അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ച് സെഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. പിന്നെ ഇതിലെല്ലാവർക്കും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കും എല്ലാം ഒരുമിച്ചൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും ഈക്വലി റിങ്ങിൽ സ്പേസ് ആണെങ്കിലും ഈക്വലി പടത്തിനോട് അനുയോജ്യമായി പോകുന്ന രീതിയിൽ തന്നെയാണ് ഫൈറ്റ്സും ഇതിൻ്റെ അകത്ത് വരുന്ന ഭാഗങ്ങളായിട്ട്. പിന്നെ ഓരോ ഫൈറ്റ് ഓരോ സ്റ്റൈലാണ്. റിപ്പീറ്റഡ്ലി നമുക്ക് ഫീൽ ചെയ്യില്ല ഒരു ഫൈറ്റ് അല്ലെങ്കിൽ മറ്റേ ഫൈറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സിറ്റുവേഷന് അനുബന്ധിച്ചുള്ള ടൈപ്പ് ഓഫ് ഫൈറ്റ്സ് ആണ്. അപ്പോൾ അതാണ് ഒരു അർജുൻ അശോകൻ സ്റ്റൈൽ ഫൈറ്റ് ഉണ്ടാവും ഇതിൽ എന്തെങ്കിലും ഒരു? ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഫൈറ്റ് കണ്ടു. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഫൈറ്റ് ചെയ്തിട്ടില്ല. എനിക്കത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലല്ലോ, അതിലൊന്നും ഇല്ല. ചെറുതായിട്ട് ചില, കാരണം എല്ലാ സിനിമയിലും ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഉണ്ട്.
ഇല്ല, സിനിമയിലാണ് കൂടുതൽ. പണിയെടുപ്പിച്ചേക്കണം ചോദിക്കഴിഞ്ഞാൽ അതൊന്നുമില്ല. എന്തായാലും പണിയുടെ റിസൾട്ട് നമ്മളിപ്പം കിട്ടുന്നൊരു വിശ്വാസത്തിൽ ആ ഒരു ഹോപ്പിലാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹോപ്പ് എന്തായാലും അടിപൊളിയാട്ടോ. എങ്ങനെയുണ്ട് ക്യാരക്ടർ? അടിപൊളിയായിരുന്നു, ഒരു ഫൺ ക്യാരക്ടറായിരുന്നു. കുറച്ച് കളർ പടമാണ്, കളർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫണ്ണായിട്ട് അങ്ങനെ രസിച്ച് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു ത്രൂ ഔട്ട്. ഇതിൽ കുറെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷേ അർജുൻ്റെ അത്ര ഇല്ല. ഏറ്റവും കൂടുതൽ അർജുനാണോ? ഉറപ്പായിട്ടും. വേറെ ഫുൾ ടീം വെച്ച് നോക്കുമ്പോൾ അർജുനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ അടി കൊടുക്കുന്നത്, സഫർ ചെയ്തിരിക്കുന്നത്, അടി വാങ്ങുന്നത് എല്ലാം. ഓക്കെ, അപ്പോൾ ഫൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് എന്താ പറയുക, ഇതിൽ ഫൈറ്റ് ചുമ്മാ ഫൈറ്റിന് വേണ്ടിയുള്ള ഫൈറ്റ് അല്ല. അതിൽ അതിൻ്റെതായ ഡ്രാമയുണ്ട്, ഇമോഷൻ ഉണ്ട്. പിന്നെ അർജുൻ പറഞ്ഞ പോലെ എവറി ഫൈറ്റിനും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്. അതിൻ്റെ മേക്കിങ്ങിലും അതെ, എൻ്റെ കൊറിയോഗ്രഫിയിലും അതെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു USP ഈ പടത്തിൻ്റെ. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മളിപ്പം ഭയങ്കര കളർഫുൾ ഒരു മൂവിയാണ്. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു ഇതിലൊരു ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? ഇതിൽ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്റ്റോറിയും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറും എനിക്ക് മാത്രമല്ല, നമ്മൾ ഈ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ ഈ ക്യാരക്ടർ കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഫുള്ള് ഫുള്ള് ഈ ആമ്പിള്ളേരുടെ കൂടെ ഒറ്റ പെൺകുട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എനിക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിസ്റ്റർഹുഡ് അല്ല, ഇതിൽ ഫുൾ ബ്രദർഹുഡ് പോലെയാണ് സംഭവം. ഒരു ബ്രോ വൈബ്സ് ഭയങ്കര അടിപൊളിയാണ്. ടീം മൊത്തം അടിപൊളിയാണ്. അപ്പോൾ ക്യാരക്ടർ കേട്ടപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പെർഫോമൻസ് വൈസ് അതിലൊരു നല്ല രീതിയിൽ. പിന്നെ ഫൈറ്ററും കൂടെയാണ് ഇതിൽ, ഞാൻ ഫൈറ്ററും കൂടെയാണ്. അപ്പോൾ ആകെ ഫീമെയിൽ ഫൈറ്റ് ചെയ്യുന്ന അതും ഞാൻ ഇവരുടെയൊക്കെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൺ വേറെ തന്നെയായിരുന്നു. ഇവരുടെ കൂടെ ട്രെയിനിങ്ങും ഇവരുടെ കൂടെ ഫൈറ്റും പരിപാടികളൊക്കെ വന്നപ്പോൾ ഈ പെർഫോം ചെയ്യാനുള്ള സ്പേസും അല്ലെങ്കിൽ ഈ ക്യാരക്ടർ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ചെയ്തപ്പോൾ അതിനേലും എനിക്ക് ശരിക്കും ഇപ്പോഴും ഒരു ഡ്രീം, ശരിക്കും ഞാൻ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ഇതിൽ ഇന്നായി അല്ലെങ്കിൽ ഇത് ഇപ്പോഴും കഴിഞ്ഞ ആ ഒരു ഇതിൽ ഭയങ്കര ഒരു സ്വപ്നം പോലെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ വന്നതും ചെയ്തതെല്ലാം. ഓക്കെ, അടിപൊളി. ഇതിലേക്ക് വരുമ്പോഴേ നമ്മൾ കോസ്റ്റ്യൂംസ് ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ് പിടിച്ചേക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു കോസ്റ്റ്യൂം ഹണ്ടൊക്കെ? ഈ പറഞ്ഞ WWE നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടതാണ്. അപ്പം അതിൻ്റെ കൊച്ചി വേർഷനാണ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തത്. പിന്നെ ഇതിനകത്ത് എല്ലാ ക്യാരക്ടറിനും ഒരു മലയാളിഫൈ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാ ക്യാരക്ടറിൻ്റെയും കോസ്റ്റ്യൂം ഇൻസ്പയർ ചെയ്തതിൽ. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആഫ്റ്റർ ലോഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയുള്ള പടം, അത്യാവശ്യം നല്ല പണിയെടുത്ത ഒരു പടം ആയിരുന്നു. പിന്നെ ഇവരുടെ കോസ്പ്ലേ സെറ്റ് ചെയ്തിട്ട് ഫൈറ്റും കൂടി ഉള്ളതാണല്ലോ. അപ്പൊ അതും ഇവരുടെ കംഫർട്ട് സോൺ നോക്കണം. പിന്നെ ഈ WWE നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ട് ഭയങ്കര അതിന്റെ ഫാനായിരുന്നു. അതിന്റെ കുറെ ഇൻസ്പിറേഷൻസ്, കുറെ കഥാപാത്രങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് കളർ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. പോസ്റ്റേഴ്സിൽ കാണുന്ന പോലെ തന്നെ പടത്തിൽ ഞാനിങ്ങനെ ചില മൂവീസിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ഭയങ്കര വൈറലായ ഏതെങ്കിലും കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മേക്ക് ചെയ്തതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടോ? പിന്നെ എല്ലാ ക്യാരക്ടറിനും അങ്ങനെ ഇപ്പോൾ അതിന്റെ ഭയങ്കര ഇൻസ്പിറേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അർജുൻ്റെ ഒരു ക്യാരക്ടറിന് നമ്മൾ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ കുറെ എലമെന്റ് ഉള്ള സാധനങ്ങളൊക്കെ WWE കോസ്റ്റ്യൂമിൽ ആഡ് ഓൺ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് എലമെന്റുകളുണ്ട്. എന്റെ ഡിപ്പാർട്ട്മെന്റ് വെച്ച് പണിയെടുക്കുമ്പോൾ ഈവൻ അർജുന്റെ മറ്റേ കോസ്റ്റ്യൂമിനകത്ത് ഒരു ആനയുടെ അത് ഭയങ്കര ഹിഡൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് ഇപ്പോൾ ലോകം കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ചത്തപ്പച്ചയിൽ അങ്ങനെ കുറെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഫ്രെയിമിൽ കാണുമ്പോഴും ഭയങ്കര ഭംഗിയുണ്ട് എല്ലാവരുടെയും ക്യാരക്ടറുകൾക്ക്. അപ്പൊ അങ്ങനെ കുറെ ഓരോ കഥാപാത്രങ്ങൾക്കും അങ്ങനെ നമ്മൾ ഓരോ ക്യാരക്ടറുകൾ വെച്ചിട്ടാണ്. റോഷന്റെ കഥാപാത്രം എല്ലാവർക്കും അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി. എന്തായാലും എനിക്ക് തോന്നുന്നു സിനിമയിൽ ഒരുപാട് ക്യാമിയോ റോൾസ് ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇന്റർവ്യൂസിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ ക്യാമിയോ ചെയ്യുന്ന ഒരാൾ ഇപ്പൊ നമ്മളോട് ജോയിൻ ചെയ്യാൻ പോവാണ്. വിളിക്കട്ടെ. മാഡത്തിനും കയ്യിൽ പിടിക്കോ? ഓക്കെ. തീരുമാനിച്ചോ ഇവിടെ തന്നെ ഇരിക്കണം എന്ന്? നേരത്തെ അവിടെ ഇരുന്ന് ഭയങ്കര ഡിസ്കസ് ചെയ്യായിരുന്നു, ഞാൻ ആരുടെ കൂടെ ഇരിക്കണം. നേരത്തെ ഞാൻ ഇയാളുടെ കൂടെ ഇരുന്നു, അപ്പൊ ഇനി ഇപ്രാവശ്യം വേറെ ആളുടെ കൂടെ ഇരിക്കണം. എന്താ ഇവിടെ വന്നിരിക്കാന്ന് തീരുമാനിച്ചേ? നടുക്കായതുകൊണ്ട്. അതാണോ ഏറ്റവും എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ആക്ട് ചെയ്തപ്പോ? ഇവരുടെ കൂടെ ആക്ട് ചെയ്തപ്പോ നല്ല സൂപ്പർ ആയിരുന്നു. എല്ലാവരും ഭയങ്കര ചില്ലായിരുന്നു.
ഏറ്റവും കൂടുതൽ ചില്ലാരായിരുന്നു? അങ്ങനൊന്നും ചോദിക്കാനില്ല, എല്ലാവരും ചില്ലായിരുന്നു. എന്ന് ഓരോരുത്തരെ കുറിച്ച് പറ. അർജുൻ ചേട്ടനെ കുറിച്ച് 2 വാക്ക് പറ. അർജുൻ ചേട്ടൻ നല്ല വാക്ക് നല്ലത് അർജുൻ ചേട്ടന്റെ ഫൈറ്റിലൊക്കെ അർജുൻ ചേട്ടൻ കൊറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര പാവാണ് അർജുൻ ചേട്ടൻ. അച്ചടോ. വിശാഖോ? നല്ല വാക്ക്. ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഔട്ട് ഓഫ് സിലബസ്. ഇത് സ്ക്രിപ്റ്റിലില്ലാന്ന്. വിശാഖേട്ടന് നന്നായിട്ട് ചെയ്യണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര പാവാണ്. പിന്നെ എല്ലാ സെറ്റും ഭയങ്കര പാവാ. ഏറ്റവും പാവം വിശാഖേട്ടനായിരുന്നോ? അല്ലല്ല, എല്ലാവരും പാവാ. പിന്നെ ഞാൻ പറയണത് എല്ലാവരും കേക്കും. അങ്ങനെയായിരുന്നു. ആ, അപ്പൊ ഞാനായിരുന്നു ഇവരെല്ലാവരെയും പേടിപ്പിച്ച് വെച്ചേക്കണ. ആ, കുറുമ്പാണല്ലേ. കാർമൻ എങ്ങനെ ഉണ്ടായിരുന്നു? കാർമൻ കർമ്മൻ എന്തിപ്പോ കാർമനെ കുറിച്ച് പറയാ. കാർമൻ ഇവരെ പോലെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പാവമാണ്. ഓക്കെ. പാവല്ല. മെൽവിൻ ചേട്ടനെ കണ്ടായിരുന്നോ സെറ്റിലൊക്കെ? അവിടെ ഒരു കുഞ്ഞു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു. അത് മെൽവൻ ചേട്ടന്റെ കൂടെ തന്നെ. പിന്നെ മെൽവൻ ചേട്ടനാണ് എന്റെ ഓരോരോ കോസ്റ്റ്യൂംസ് ഒക്കെ തന്നത്. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തില്. എന്നാ ക്യാരക്ടർ എന്താ? ക്യാരക്ടർ ഞാൻ റോഷൻ ചേട്ടന്റെ കൂടെ. റോഷൻ ചേട്ടനാണ് എന്റെ അച്ഛൻ. ബട്ട് എപ്പോഴും ഞാൻ അർജുൻ ചേട്ടന്റെ കൂടെ നടക്കുക. അത് സിനിമ കാണുമ്പോ മനസ്സിലായിക്കോളും. അടിപൊളി. പക്ഷെ ഞാനിതിലേ ഒരു ക്യാമിയോ റോൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ഞങ്ങളും കേട്ടത്. പറ. ആശാൻ പറ. ഞങ്ങളെ തമ്പാണ്. ഒരു ക്യാമിയോ അല്ലേ സിനിമയിലെ? നമുക്കറിയില്ല. പറ. വേണ്ട. ഞാൻ തന്നെയാ. അല്ലാണ്ട് മമ്മൂക്ക ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നല്ലോ. മമ്മൂക്കയാണോ മോഹൻലാലാണോ എന്നൊക്കെ നിങ്ങൾ സിനിമ കാണും പറഞ്ഞാ മതി. ആരാ ട്രെയിനിങ് തന്നെ? ഇവരാരെങ്കിലാണോ? അല്ല, ശരിക്കും മമ്മൂക്ക ഉണ്ട്. മമ്മൂക്ക ആശാനൊന്നൊക്കെ ഇങ്ങനെ കേൾക്കണ്ടായിരുന്നു. സിനിമ അറിയില്ല. പൊതുവെ എന്തൊരു ടോക്ക് ഉണ്ട്. അപ്പൊ നമ്മളത് ജസ്റ്റിഫൈ ചെയ്ത് ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ഉറപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വരട്ടെ. എനിക്കറിയില്ല. പക്ഷെ എന്തോ ഉണ്ട് സംഭവം ഇരിക്കല്ലേ? എന്നോട് ഇവരാരും പറഞ്ഞിട്ടില്ല. കണ്ടായിരുന്നോ? ഞാൻ മമ്മൂക്ക ഉണ്ടോ സത്യം പറഞ്ഞ? ടോപ്പിക് ചേഞ്ച്. നമ്മൾ ആകെ 20 മിനിറ്റിൽ ഇപ്പൊ 15 മിനിറ്റ് കഴിയാറായി. എങ്ങനെയുണ്ട് ഇപ്പൊ? അതായത് നിങ്ങൾ ഇങ്ങനെ പണ്ട് മുതലേ ഇപ്പം റെസ്ലിംഗ് ഒക്കെ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ എപ്പോഴും അല്ലല്ലേ? ജനിച്ചിട്ട് 5-6 വർഷം. അല്ല, ഇവരോട് അപ്പൊ ഏത് സമയത്ത് തിരിച്ചറിഞ്ഞത് അതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണെന്നൊക്കെ? ഇത് വന്ന അത് നമ്മൾ തുടങ്ങി ഒരു 6ാം ക്ലാസ് 7ാം പറഞ്ഞു. അപ്പൊ ഒരു ഭയങ്കര സങ്കടം ഫീൽ ചെയ്യണം. എന്താണ് നമ്മൾ പറ്റിച്ചോണ്ടിരിക്കുക, ആ ഒരു ഫീൽ അടിച്ച്. പിന്നെ നമ്മളത് വിട്ട്. സ്ക്രിപ്റ്റ് ആണ് ഇത്, വെറുതെ നമ്മുടെ സമയങ്ങളാണ് എന്തിനാന്നൊക്കെ ആലോചിച്ച് വിട്ട്. പിന്നെ നമ്മൾ പിന്നെ വരുമ്പോ കാറും ബൈക്കും അങ്ങനെ കുറെ ഇഷ്ടങ്ങൾ മാറി മാറി വരുമല്ലോ. പിന്നെ ഈ പടം ചെയ്തപ്പോഴാണ് മനസ്സിലായത് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും കൊറിയോഗ്രാഫഡ് ആണെങ്കിലും അതിൽ ഉള്ള എഫേർട്ട് ചെറിയ പരിപാടിയല്ല. നമ്മളത് പെയിൻ ആണെങ്കിലും ടൈമിങ്ങിൽ ഈക്വലി അത് മനസ്സിലാക്കി കൂടെ നിന്ന് ഇടി മേടിക്കണ ടൈമിംഗ് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഇടി പാസ് ചെയ്തായിട്ട് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതേ സമയത്ത് തന്നെ മേടിക്കണം. അപ്പൊ അത് ചെയ്യാ. പിന്നെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യണത് 3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും. 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഷൂട്ട് ചെയ്യണം. അതും നമുക്ക് ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് ഷോട്ടൊക്കെ ആയിരിക്കും ഒറ്റ ഷോട്ടിൽ എടുക്കണേ. അത് കുഴപ്പമില്ല. പിന്നെ റോപ്പ് എല്ലാം പരിപാടി ഉണ്ട്. ഇത് ഇവര് നിർത്താണ്ട് ഒരു 20 മിനിറ്റ് ഫൈറ്റ് ചെയ്യുക, അതും ഇത്രയും കൊറിയോഗ്രാഫിക് സ്റ്റൈലായിട്ട് ആൾക്കാർ ബിലീവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എഫേർട്ട്. അത്
എളുപ്പമല്ല. അതറിഞ്ഞപ്പോ എന്തെങ്കിലും വിഷമം തോന്നിയായിരുന്നു അല്ലേ? ഞങ്ങൾ സോറി പറഞ്ഞായിരുന്നു മനസ്സിൽ. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചതിന് മാപ്പാക്കണം. ക്ഷമിക്കണം. അങ്ങനെ ഒരു ഫേവറേറ്റ് റെസ്ലർ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് അണ്ടർടേക്കർ. എനിക്ക് അണ്ടർടേക്കർ ഇഷ്ടമാണ്, പിന്നെ ജോൺസൺ ഇഷ്ടം. ജോൺസൺ ആണല്ലോ. ഓക്കെ. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ പ്രൊമോഷൻസ് ഇങ്ങനെ കുറെ കണ്ട് കോളേജസിലൊക്കെ പോകുന്ന ഭയങ്കര അടിച്ചുപൊളി ഭയങ്കര വൈബായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഒരു സാധനം ഉണ്ട്. ഇന്നലെ സാറിനെ കണ്ടതാണ്. ഒരു കോളേജിലേ പോയുള്ളൂ. അല്ല, ഒരു കോളേജിലെ കുറെ വീഡിയോസ് ഉണ്ടല്ലോ. അപ്പൊ കറക്റ്റായി. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി സാറിന് തപ്പി പുറത്തിറങ്ങണായിരുന്നു. അത് ഞാൻ ചോദിച്ചോണ്ടിരിക്കായിരുന്നു മാഷിനെ കണ്ടിട്ട് പോണ്ടേ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ഇത് ഭയങ്കര വൈറലായി. അതെന്താ ഏറ്റവും കൂടുതൽ വൈറലാവുന്ന അറിയാം? സാറ് ഹഗ് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വൈറലാവില്ല. സത്യം. ഇതുപോലത്തെ ഇങ്ങനെ കേറി പക്ഷെ സാറ് ഇങ്ങനെ തലയിൽ കൈവെക്കുന്നത് വീഡിയോയിലെ കണ്ടത്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ കൃതജ്ഞനായി. ശരിക്കും ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നു. അപ്പൊ സാറൊക്കെ ആയിട്ട് വലിയ കമ്പനിയായിരുന്നു. കാരണം വെച്ചാല് സാറ് ആക്ച്വലി ട്രാവൽ ആൻഡ് ടൂറിസം പഠിപ്പിക്കുന്ന സാറാണ്. ഞാൻ കമ്പ്യൂട്ടറിലായിരുന്നു. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുനിന്ന് തന്നെ മച്ചാൻ ട്രാവൽ ആൻഡ് ടൂറിസം ആണ്. അപ്പൊ ഇടക്കിടക്ക് അവന്റെ ക്ലാസ്സിൽ പോയി ഇരിക്കും. ആരാ ചോദിക്കാനൊന്നുമില്ല, അങ്ങനെ മാറി മാറിയൊക്കെ ഇരിക്കാം നമുക്ക്. അപ്പൊ സാറായിട്ട് അതിന്റെ കമ്പനിയായിരുന്നു. പിന്നെ സാറുമാര് പൊതുവെ കുറവായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. അപ്പോൾ ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്തൊരു സാറായിരുന്നു. നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലേറ്റ് ആയിട്ട് വരുമ്പോൾ മിസ് HOD പുറത്താക്കിയാലും സാറ് നൈസായിട്ട് സൈഡിൽ കൂടി കയറ്റി ക്ലാസ്സിലിരുത്തുന്ന സാറാണ് ഈ സാർ. ഭയങ്കര പാവമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറിന്. ഞാൻ ഒരിക്കലും ഇവിടെ വെച്ച് ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ കോളേജിലേക്ക് തിരിച്ച് പോയിട്ടില്ല ഇതുവരെയായിട്ടും. ഒരു വട്ടം ഒന്ന് പോയി, പക്ഷെ ആരും ഉണ്ടായില്ല. പിന്നെ അവർ വിളിച്ചിട്ടും ഞാൻ പോകാൻ എന്നെ മറ്റേ സെക്കൻഡ് ഇയറിൽ പുറത്താക്കിയാണ്. താടി വളർത്തി എന്നുള്ള പേരിൽ. സീരിയസ്ലി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് മൂവിയുടെ. ശരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങോട്ട് പോകുമ്പോ തന്നെ ട്രോമ അടിക്കും, താടി. അപ്പൊ അതുകൊണ്ട് പോവാറുണ്ടായില്ല. സാറിനെ ഈ അല്ലമില്ല വെച്ച് കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് ആൾക്കാർ എടുത്തു പറയുന്നുണ്ടോ എന്ത് വന്നാലും നമുക്ക് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു പരിപാടി ഇപ്പഴാ പൊളിയല്ലേ. കാരണം നമ്മള് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി കോളേജിൽ സീനൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ സാർ ഇപ്പോഴും സാറ് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു സാറിന്റെ ഒരു സ്റ്റുഡന്റ് ഈ പരിപാടി. അതാ അത് കണ്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞു. നമ്മളെയൊക്കെ സാറ് നമ്മളെ കണ്ടു കഴിഞ്ഞാ അങ്ങനെയല്ല കോളേജിൽ പോണേ അല്ല നമുക്കുണ്ടായിരുന്നു ടീച്ചേഴ്സ് സാറുമാരൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്കില്ലല്ലോ സാറ്. ഉണ്ടോ ഇങ്ങനത്തെ സാറ്? ക്ലാസ്സിൽ പോകുന്ന സമയമില്ലല്ല, സിനിമയോട് സിനിമയല്ലേ. സിനിമ സത്യം കൊറേ പണം പൊങ്ങി വരാൻ പോണ്ട് അല്ലേ? നിർത്തിവെച്ചില്ലേ? ഡേറ്റിന് വേണ്ടി ഒരാഴ്ച സിനിമ നിർത്തിവെച്ചു. ഞാൻ അർജുൻ ചേട്ടൻ പറഞ്ഞതാ. ഓക്കെ. ഞാൻ എന്താണ് നിങ്ങളെ ക്വിക്കായിട്ട് ഒരു റാപ്പിഡ് ഫയർ സെക്ഷനിലേക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് വിടുന്ന പറയണേ. അർജുൻ ചേട്ടനോട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലൊക്കേഷനില് ഏറ്റവും കൂടുതൽ തല്ല് വാങ്ങിക്കൂട്ടുന്നത് ആരാണ്? ഞാൻ തന്നെ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഫൈറ്റ് എനിക്കാണ്. ഫൈറ്റിൽ ഇടി കിട്ടുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യില്ല. അപ്പൊ കൂടുതൽ ഇടി എനിക്ക് കിട്ടുന്നത്. ഓക്കെ. ഇവിടെ ഒരു യഥാർത്ഥ ഗുസ്തി മത്സരത്തിന് പോവുകയാണെങ്കിൽ ഇവരിൽ നിന്ന് ആരെയായിരിക്കും ടീമിലേക്ക് വിളിക്കുന്നത്, ആരെ വിളിക്കില്ല? വിളിക്കും. റീസൺ? റീസെന്റ് ആറ്റുവിനെ കണ്ടിട്ടുണ്ട്. ആറ്റു കൊല്ലും ആൾക്കാരെ. ഒരു മൂവ് ഉണ്ട് ഒരു പടത്തില് ക്ലൈമാക്സ്. അത് അത് കണ്ടോ? അത് പ്രതീക്ഷിക്കൂല നിങ്ങൾ ആ സാധനം അവിടെ വരുമെന്ന്. ഒരു സാധനം. ഓക്കെ. അപ്പൊ എന്താ കാർമനെ വിളിക്കാതെ? പാവം കുട്ടിയല്ലേ, എന്തിനാണ് വെറുതെ കോളേജ് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുകയാണ് ക്ലാസ്സുകൾ. അയ്യോ സ്നേഹം കൊണ്ടാ. ഓക്കെ. ഇപ്പം ഇതിൽ നമ്മളിങ്ങനെ ട്രാഷ് ടോക്ക് ഒക്കെ ചെയ്യല്ലോ. അപ്പൊ അതിൽ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യുന്ന ആരാ? ട്രാഷ് ടോക്ക് എന്നിവിടെ ഇരുത്തായിരുന്നു. ഓക്കെ. ഇവിടെ ചെയ്യാം. ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടാകുവാണെങ്കിൽ ഒരു WWE മൂവ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും നേരിടുന്നത് ഒരാളെ?
സ്വാഭാവികം. അതാണ് ഏറ്റവും നല്ലത്. നാടൻ തല്ലാണോ കൂടുതൽ ഇഷ്ടം? ഏ? നാടൻ തല്ലാണോ കൂടുതൽ ഇഷ്ടം? അല്ല, അത് അതൊരു മൂവാണ്. അല്ല, എനിക്ക് ബേസിക്കലി ഞാൻ ഇത് കാണാറില്ല, പിന്നെ ഇതിനു വേണ്ടി പഠിച്ചിട്ട് വന്നതാ. എനിക്കാകെ അണ്ടർടേക്കറിന് മാത്രമേ അറിയുള്ളൂ. ഒരു റെസ്ലിംഗ് റിംഗിലേക്ക് തള്ളിയിട്ടാല് ആദ്യം വിളിക്കുന്ന പേര് ആരുടെ ആയിരിക്കും? ഓക്കെ, റെസ്ലിംഗ് റിംഗിൽ വെച്ചിട്ട് കേൾക്കാൻ, അതായത് വിശാഖ ഇറങ്ങുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു BGM വേണമെന്ന് ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഏതായിരിക്കും എൻട്രിക്ക്? നാളെ ഓക്കെ, ഇവിടെ വെയിറ്റ് ഓക്കെ. ചത്തപ്പച്ച ടീമില് ഫേസ് ആരാണ്, ഹീൽ ആരാണ്? ഹീറോ ആൻഡ് വില്ലൻ, ആ ഒരു പരിപാടി. ഫേസ് എന്ന് പറഞ്ഞാൽ ഹീറോ, ഹീറോ വില്ലൻ. WWE ടേംസിൽ അങ്ങനെ പറയും. ലൈക്ക് ചത്തപ്പച്ചയില് ചത്തപ്പച്ച. നമ്മുടെ WWE നിങ്ങളുടെ Like fight. എന്നാലും ഇവിടെ ഇരിക്കുന്നവരിൽ പെട്ടെന്ന് ആരായിട്ട് ഇടിക്കണെന്ന് നിൽക്കാതെ ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. അങ്ങനെ ഇല്ല. അല്ല, അർജുൻ ചേട്ടനും ഡിറ്റോ. അവരിലാരായിരിക്കും? ഡാറ്റു ഹീറോ ആക്കാം. ഓക്കെ, വില്ലൻ അറിഞ്ഞോട്ടെ. ശരി. നെക്സ്റ്റ്, ജോൺ സീനന് പോലെ യു കാൻ സീ മീ എന്ന് പറഞ്ഞ് സെറ്റിൽ നിന്ന് മുങ്ങുന്നത് ആരായിരിക്കും? അവൻ തന്നെ. നോക്കി നിൽക്കുമ്പോ കാണൂല. ഇടക്ക്, എപ്പോഴല്ല, പരിപാടിയൊക്കെ കഴിഞ്ഞ് കാരണം കോസ്റ്റ്യൂമൊക്കെ കൊടുത്താൽ പിന്നെ ഈ ഇടി തന്നെ ഉണ്ട് 4 ദിവസത്തേക്ക്. അവൻ പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരും എല്ലാരും ഉണ്ട് നൈസായിട്ട് ഞാനങ്ങട്. ഓക്കെ, റിങ്ങിന് പുറത്ത് ആവേശം കൊള്ളുന്ന ആളാണോ അതല്ലെങ്കിൽ റിങ്ങിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇടിക്കാനുള്ള ഒരു വൈബുള്ള ആളാണോ? ആക്ച്വലി ആവേശം കൊള്ളാനാണ് ഇഷ്ടം, പക്ഷെ ഈ പടത്തില് ഫുൾ ടൈം റിങ്ങിന്റെ അത് ചെയ്തു. പൊതുവെ ഏതാ ഇഷ്ടം കൂടുതൽ? പുറത്തിരുന്ന് കണ്ടപ്പോഴൊക്കെ കേടാക്കി നമുക്ക് പറ്റാത്തൊരു പരിപാടിയൊക്കെ. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതേപോലെ റിങ്ങിൽ കയറ്റി ഇടിക്കാൻ തോന്നിയിട്ടുണ്ടോ? യെസ്. ആരാന്ന് ചോദിക്കരുത്, അത് കോളേജിലുള്ള ഒരു മച്ചാനായിരുന്നു. ഈ കൂട്ടത്തിൽ ആരെങ്കിലും? ഇവരൊക്കെ പാവം. കൂട്ടല്ലെങ്കിൽ ആ കൂട്ടം കൂടി ചേർക്കാൻ പറ്റും. ഞാൻ പാവം. ഓക്കെ, ലാസ്റ്റ് വൺ. ലൊക്കേഷനിൽ എല്ലാരെയും പേടിപ്പിച്ച്, അതെവിടെ അല്ലേ, ലൊക്കേഷനിൽ എല്ലാരെയും പേടിപ്പിച്ച് നിർത്തുന്ന ഒരു അണ്ടർടേക്കർ ഇതായിരിക്കും. കാരണം ഇവള് പറയുന്ന കാര്യം നമ്മള് ഇടയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, ഇവളെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും പേടിയാണ് ഇവിടെ. എന്നോടൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കണില്ലേ? കണ്ട നീ ക്യാമിയോ അല്ലേ? നീ പെട്ടെന്ന് വന്നു കയറിയതല്ലേ? സ്ക്രിപ്റ്റിലില്ലായിരുന്നു. ഇംപ്രവൈസേഷനിൽ പോകാറ്. അന്ന് ഞാൻ ചോദിക്കാം, ഇക്കൂട്ടത്തില് ഒരാൾ ഇടിക്കാൻ ചാൻസ് കിട്ടി ആരും ഇടിക്കും? ഇക്കൂട്ടത്തിലിട്ടോ, ആ കൂട്ടം പറയാൻ പറ്റില്ലേ? വൈഷ്ണവ് ചേട്ടൻ. എന്താ റീസൺ എന്താ? അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അല്ല, ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ ചൊറിയണ പരിപാടിയാണ്. കൊച്ചിനെ കൊച്ചിനെ ചൊറിഞ്ഞോ? ഇതിന് മുന്നേ ഇത് കാണുന്നല്ല. ദൈവമേ, നിന്റെ ദൈവമേ. ഓക്കെ, ലാസ്റ്റ് വൺ. ഇതിലെ ഒരാൾക്ക്, ചത്താപ്പച്ച ടീമിൽ ഒരാൾക്ക് WWE ബെൽറ്റ് കൊടുക്കാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ആർക്ക് കൊടുക്കും? സിനിമയിലും സനൂപിന് കൊടുക്കാനാണ്. ഇതിന് ട്രോഫി കൊടുക്കാൻ. ഓക്കെ, ശരി. എന്തായാലും ഈ ഒരു സിനിമ കഴിഞ്ഞ് നിങ്ങളുടെ ഫുൾ ഷൂട്ടിങ്ങും പരിപാടീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആരെങ്കിലും വന്ന് ഒരു 1-2 പേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ഇടിച്ചിടാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയോ? അവിടെ കട്ട് മാക്സിമം ഒന്നും വിളിക്കില്ല. പിന്നെ കലാമാസ്റ്ററും തന്നെ പഠിപ്പിക്കണമെങ്കിൽ അത് മാത്രമേ ഓട്ടം ഓടുക, ഇടിയുണ്ടായി ഓടും, അങ്ങനെയാണോ? വെറുതെ എന്തിനാണ് എന്റെ ഇടയിൽ കയറിയൊക്കെ? അപ്പൊ ലൈഫിൽ എങ്ങനെ ഇടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല?
അതല്ല ചെയ്തുകൊണ്ടാണ് പറയണത് ഇപ്പൊ അനുഭവം. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ചെത്തപ്പച്ച തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ? എന്താണ് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ, ഓഡിയൻസിന് അതേപോലെ തന്നെ കിട്ടുന്നുള്ളതാണ് ഫീൽ. പിന്നെ എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റും ഫിലിമാണ്. അതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. എൻ്റെ ലൈക്ക് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ റോൾ അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഈ പടത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ തന്നെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഔട്ട് വരും, നല്ല എല്ലാ രീതിയിലും എല്ലാ ഭാഷയിലും എല്ലാ സ്ഥലത്തും ഇതൊക്കെ റിലീസ് ഉണ്ട്. അപ്പം കുറേ ക്രൗഡിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ കുറേ ഓഡിയൻസ് എങ്ങനെ രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നു അതൊക്കെ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. എന്താ എക്സ്പെക്ടേഷൻ പടത്തിനെ കുറിച്ച്? എങ്ങനെയുണ്ട് തിയേറ്ററിൽ റിലീസ് ആവുമ്പോ? എന്തൊക്കെയായിരിക്കും? എനിക്ക് ഈ പടം നല്ല റീച്ച് ആവണമെന്നാണ് ആഗ്രഹം. ഒരു 100 കോടിയൊക്കെ അടിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, പിന്നെ എല്ലാവരുടെ ക്യാരക്ടർ നല്ല റീച്ച് ആണ്. പിന്നെ എന്റെ പ്രത്യേകിച്ച് നല്ല റീച്ച് ആണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അടിപൊളി, റീച്ച് ആവട്ടെ. ഇതിൽ എല്ലാവരും, അതായത് ആക്ടേഴ്സ് മാത്രമല്ല, ഇപ്പോൾ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ക്ലീഷേ ഡയലോഗ് എന്നറിയാം, പക്ഷേ ഇതിൽ ഓണസ്റ്റ് ആയിട്ട് പറയണം, എല്ലാവരും 100% എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഞങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സത്യം പറഞ്ഞ പടം കാണുമ്പോൾ എനിക്ക് ഓക്കെ ഇതൊരു നല്ല സിനിമയെന്ന് ഒബ്ജക്റ്റീവ്ലി പറയാൻ പറ്റുന്നുണ്ട്. ഓഡിയൻസിന് അത് തന്നെ തോന്നണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. മലയാള സിനിമയുടെ പുതിയ ജോൺ സീന നീ ഇറങ്ങിയല്ലേ ഉള്ളൂ, എന്നെയും കൂടെ വിളിച്ച് കേട്ടില്ല. നമുക്കൊന്നിച്ചു വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇത് തന്നെ നമ്മള് ഇപ്പൊ ഈ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടിട്ട് നമ്മൾ പിക്ചറൈസ് ചെയ്യുന്ന രീതിയിനെക്കാട്ട് ഇരട്ടി അവര് വിഷ്വലി അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ ഒട്ടും ഇംപ്രൂവൈസ് ചെയ്യല്ല, ഒരു രീതിയിൽ ഇവര് കോംപ്രമൈസ് ചെയ്യാണ്ട് പരിപാടി മൊത്തം നല്ല കലക്കൻ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ഈ പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും, കാസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും അവരുടെ 100% അല്ലെങ്കിൽ മറ്റേ ടെൻഷനോടെ അല്ല, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്ത ഒരു പടമാണ്. അപ്പോൾ ടെൻഷൻസ് ഉള്ളത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തൊട്ട് മുമ്പത്തെ ഫൈറ്റ് തുടങ്ങിയ പിന്നെ ആ ടെൻഷൻ മാറി. ഫൈറ്റ് റിങ്ങിന് കയറുന്നതിന് മുമ്പ് ഇപ്പൊ ആദ്യം ഫൈറ്റ് ചെയ്തത് ഡാറ്റും കാർമൻ ചേട്ടനാണ്. കാർമനോട് ഫസ്റ്റ് ഫൈറ്റ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനാണ്, നമ്മൾ കയറിക്കുമ്പോ എന്താ ഇവര് കഴിഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾ മറ്റേ കഴിഞ്ഞല്ലേ നമ്മളാണല്ലോ ആ ടെൻഷൻ ഉണ്ടല്ലോ. എന്റെ എക്സാമിന് പോണതിന് മുമ്പത്തെ ഒരു പരിപാടി വൃത്തിക്ക് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം, എത്ര ദിവസം എടുക്കും, എത്ര നേരം എടുക്കും എന്നറിയില്ല, ടയർഡ് ആവും എന്നറിയാം. അപ്പൊ അതെല്ലാം കാത്തു നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇപ്പത്തെ തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോണ ടെൻഷനൊക്കെ ഒഴിവാക്കി. ഈ ഒരു ബ്രേക്കിന്റെ ഇടയിലേക്കാണ് ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലോയിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഡബിന് ഈ പരിപാടി കണ്ടപ്പോ സ്വയമേ ഭയങ്കരമായിട്ട് ഒരു സന്തോഷം, നല്ല സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്ത ഒരു പടമാണ് ചത്താപ്പച്ച. അതിപ്പോ 22-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങാൻ പോവാണ് വേൾഡ് വൈഡ്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്ത് തന്ന ഷിഹാനും റീൽ വേൾഡ്, പിന്നെ രാമകൃഷ്ണൻ സാർ, ജോർജ് ഏട്ടൻ, സുനിലേട്ടൻ കൂടെ അഭിനയിച്ചവരെല്ലാവരും ഒരു ബിഗ് താങ്ക് യു ഞാനിപ്പോൾ ഇതിനു മുമ്പിൽ പറയുകയാണ്. ഇനി ബാക്കി ശേഷം സ്ക്രീനിൽ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം, ഒരു ഹോപ്പും മനസ്സിലുണ്ട്. ഞാൻ അതിനു മുന്നേ ഒരു കാര്യം നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, നോർമലി സിനിമകളിലെ സോങ്സ് ഒക്കെ ഇറങ്ങും, എല്ലാവർക്കും നല്ല നല്ല കമൻസ് ഒക്കെ വരും, അതങ്ങനെ പോകും. പക്ഷെ നിങ്ങളുടെ ടീം ആ കമൻസ് നോട്ടീസ് ചെയ്തിട്ട് കുറേ കമൻസ് വന്നു. നാട്ടിലെ റൗഡി സോങ് ഇറങ്ങിയപ്പോൾ കുറച്ച് സ്പീഡിൻ്റെ കുറച്ച് കമൻസ് വന്നു. എന്നിട്ട് അത് വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പോലെ വീണ്ടും അത് അപ്ലോഡ് ചെയ്തു. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതാണ് ചത്തപ്പച്ച റീൽ വേൾഡ്. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും, എല്ലാ എക്സ്പെക്ടേഷൻസും മീറ്റ് ആവട്ടെ. 100 crore കയറട്ടെ അല്ലേ? എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇതൊക്കെ നടന്നാലും ചോദിക്കണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.